നമ്മള് എല്ലാരും ഉറങ്ങാറുണ്ട് ല്ലേ? എല്ലാരും ഉറങ്ങാറില്ലേ? എനിക്ക് റിപ്ലൈ വേണം. നിങ്ങള് മറുപടി വേഗം വേഗം പറയണം കേട്ടോ. ഞാൻ യെസ്. മാത്രം പറയാന്നുള്ളതിൽ നിന്ന് മാറി നമ്മൾ രണ്ടു കൂട്ടരും ഒരുപോലെ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണല്ലോ ക്ലാസ്സിന്റെ ഒരു ഭംഗി കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഓക്കെ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യണം. നമ്മളെല്ലാരും ഓക്കെ. ഉറങ്ങാറുണ്ട് ല്ലേ? ഉറങ്ങാൻ ഇഷ്ടമില്ലാത്ത യെസ്. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. ഉറക്കം ജീവിതത്തിന്റെ സമാധാനം. ആ അതന്നെയാണ് നമ്മളെ വിഷയവും. നന്നായി ഉറങ്ങാം ല്ലേ? നമ്മൾ ഉറക്കത്തിനെ പറ്റിയിട്ട് നമ്മളെല്ലാം വേഗം പിന്നെ ഒരു സമയമാകുമ്പോ 10 മണിയാകുമ്പോ അല്ലെ 11 മണിയാകുമ്പോ നമ്മുടെ കറക്റ്റ് ടൈം ആകുമ്പോ അല്ലെങ്കിൽ കണ്ണിൽ ഉറക്കം വരുമ്പോ വേഗം പോയി കിടന്നുറങ്ങാം. അപ്പൊ ഈ ഉറക്കത്തെ പറ്റിയിട്ട് നമ്മൾ എന്തെങ്കിലും ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? എന്താ ഉറക്കം? എങ്ങനെയാ ഉറങ്ങണ്ടേ? എന്തെങ്കിലും മരണ ചിന്തിച്ചിട്ടുണ്ടോ? ഉറക്കം മരണത്തിലേക്കല്ലേ പോകുന്നത് നമ്മള്. അള്ളാഹുവിന്റെ മരണത്തിലേക്ക്. പിന്നെ അത് പഠിച്ചോൻ തന്നെ നമുക്ക് ഒരു ഉണർവ് വന്നിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തുന്നു. നമ്മൾ എങ്ങനെയാണോ മരിക്കാൻ ആഗ്രഹിക്കണേ അങ്ങനെയാണ് നമ്മൾ ഉറങ്ങണ്ടേ. ആ നല്ല നല്ല മറുപടികളാണല്ലോ കിട്ടുന്നത്. അൽഹംദുലില്ലാ ഭയങ്കര ഉഷാറുണ്ട്. മാഷാല്ലാ മാഷാല്ലാ. ഈ ഒരു ഉഷാറ് എനർജി നമ്മൾ ക്ലാസിന്റെ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. അപ്പൊ ആമീൻ. ഓക്കെ. നമ്മൾ ഉറക്കം എന്ന് പറയുന്നത് മരണത്തിന് തുല്യാണ് ഇല്ലേ? നിങ്ങൾക്ക് എത്ര മണിക്കാ രാത്രി ഉറങ്ങാറ്? 10-10:30. നോമ്പായതുകൊണ്ട് മാക്സിമം നോമ്പായതുകൊണ്ട് കുറച്ച് നേരം വൈകും. അതുകൊണ്ട് 12, 11. ഓക്കെ. നോക്കാനായിട്ട് സാധാരണ രീതിയിലുള്ള ഉറക്കില്ല, വളരെ ഉണർവ്. അപ്പൊ ഉറക്കം പറ്റ കുറവാണ്. ഉറങ്ങാൻ കിടന്നാലും ഉറക്കം വരൂല. എനിക്ക് ഉറക്കം ഇഷ്ടമില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇഷ്ടപ്പെടാണ്ടിരിക്കൂലോ ഉറക്ക്. ഉറക്കണ്ടേ? അതില്ല. ഉറക്കില്ലാതെ മനുഷ്യന്റെ ഉറക്കം പോയില്ലേ? ഏകദേശം എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ട്? സുബൈൻ 6 കിടന്നാല് മണിക്കൂർ. 1:30 മണി. എത്ര മണിക്കൂർ? 6 6 മണിക്കൂർ. മണിക്കൂർ. 6 മണിക്കൂർ, 7 മണിക്കൂർ അല്ലേ? ഞാന് 4 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. നാല് മണിക്കൂർ. അതാണ് ഉറക്കത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ഉറക്കം ഇത്ര സമയത്തിൽ കുറയാൻ പാടില്ല, ഇത്ര സമയത്തിൽ കൂടാൻ പാടില്ല, ഇത് പരിമിതമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നമുക്ക് ഉറക്കത്തിനെ പറ്റി ഇന്നൊന്ന് ചിന്തിച്ചു നോക്കാം അല്ലെ? അപ്പോ ഓക്കെ. നമ്മൾ ഉറങ്ങാത്തവരായിട്ട് ആരുമില്ല. എല്ലാവർക്കും ഉറങ്ങാൻ ഇഷ്ടമാണ്. റബ്ബ് നമുക്കൊക്കെ നല്ല രൂപത്തിൽ ഉറങ്ങാനുള്ള ഭാഗ്യം തരട്ടെ. ആമീൻ ആമീൻ ഞാൻ ആമീൻ. ഒരു പള്ളിയില് ഒരു ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു രോഗിയായ മനുഷ്യന്റെ അടുത്ത് ഉസ്താദ് ചെന്നപ്പം രോഗിക്ക് രോഗമുണ്ട്, പക്ഷെങ്കിൽ ഇപ്പൊ ഉള്ള ബുദ്ധിമുട്ട് എന്താ ചോദിച്ചപ്പോ ആ രോഗി പറയാണ് ഇത്രേ കുറെ കാലമായി 12 വർഷമായിട്ട് ഉസ്താദെ ഞാൻ ഉറങ്ങാറില്ല. അപ്പൊ എനിക്കൊന്ന് ഉറങ്ങാൻ കഴിയണം എന്ന് നിങ്ങളൊന്ന് ദുആ ചെയ്യണം എന്ന്. ആ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ ആരെയും എത്തിക്കാതിരിക്കട്ടെ. അങ്ങനെ എത്തിച്ചാലുള്ള ആമീൻ അവസ്ഥ യാ റബ്ബൽ ആലമീൻ. അറിയോ? ഇല്ല. ഉറക്കം എന്ന് പറയുന്നത് അള്ളാഹു തആല നമുക്ക് മനുഷ്യർക്ക്, മൃഗങ്ങൾക്ക്, എല്ലാ ജീവികൾക്കും നൽകിയ പിന്നെ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമാണ് അല്ലെ? ഒരു നിഅമത്താണ്. നമ്മുടെ ശരീരത്തിന് ഭക്ഷണം, വെള്ളം അതൊക്കെ എത്ര ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെ ഉറക്കവും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് സാധാരണ രീതിയിൽ ഉറക്കം വരാറുണ്ട്. അതല്ലാണ്ട് ഫുഡിന്റെ അളവ് കൂടിയാൽ ഉറക്കം വരാറുണ്ട് അല്ലേ? ഇല്ലേ? സമയം തെറ്റി ഉണ്ടാവും. പഠിച്ചാൽ ഉറക്കം വരും. ഇപ്പൊ ഇപ്പൊ ഈ നമ്മള് ഫുഡ് സാധാരണ അളവ് രീതിയിൽ 7 മണിക്ക് കൂടുന്നതും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ 7 മണിക്ക് ശേഷം കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരൂല. 8 മണി 9 മണിക്കെല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ ഉറക്കം വരൂല. ഓക്കെ. ഫുഡിന്റെ അളവ് കൂടുക കുറയുക ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ അല്ലെ ബോഡിയെ ബാധിക്കുന്നത് പോലെ തന്നെയാണ് ഉറക്കത്തിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലൊക്കെ അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും. ഇപ്പൊ ഈ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഭയങ്കര സമാധാനം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു സമാധാനമാണ്. അള്ളാഹു നൽകിയ വലിയൊരു നിഅമത്താണ് ഉറക്കം എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ തന്നെ, പക്ഷെ നമ്മളെ സ്ത്രീകളെ മാത്രമായതുകൊണ്ട് സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ സുബഹിക്ക് എണീച്ചാൽ പിന്നെ കിടക്കുന്നില്ല, പിന്നെ കിടക്കുന്നവരും ഉണ്ടാകാം. പിന്നെ അപ്പൊ അത് കഴിഞ്ഞ് രാത്രി ഒരു സമയം വരെ നമ്മൾ ഒരേ പണിയാണ് ല്ലേ? ആ ഒരു പണി നമ്മുടെ ക്ഷീണിച്ച ശരീരത്തിനെ ഒന്ന് എനർജറ്റിക് ആക്കാനോ ഉന്മേഷം തരാനോ ഒക്കെ പിറ്റേന്ന് അല്ലെങ്കിൽ സുബഹിക്ക് നമ്മൾ എണീക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് വേറെ ഒരു എനർജി കിട്ടുന്നില്ലേ? ഉണ്ട്. പുതിയതായിട്ട് നമ്മളൊരു ഫ്രഷ് ആയ പോലെ തോന്നും. ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ? പിന്നെ അപ്പൊ നമ്മളിങ്ങനെ ഉറക്കത്തിനെ പറ്റി പറയുമ്പം ഉറക്കത്തിന് വേണ്ടി ഒരു ദിനം തന്നെ ഉണ്ട്. ലോക ഉറക്ക ദിനം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതുവരെ? കേട്ടണ്. ലോക ഉറക്ക ദിനം എന്നാന്നറിയോ? ഒന്ന് ടൈപ്പ് ചെയ്യോ അല്ലെ പറയോ? എന്നാന്നറിയില്ല. ആർക്കെങ്കിലും അറിയോ ഉറക്ക ദിനം എന്നാണെന്ന്? ഇല്ല. ഇല്ല.
എന്നാ ഞാൻ പറഞ്ഞുതരാം. രാത്രിന്റെയും പകലിന്റെയും സമാന അല്ലെങ്കിൽ തുല്യമായിട്ട് വരുന്ന ഒരു ദൈർഘ്യത്തെ സൂചിപ്പിക്കുന്ന ദിവസമുണ്ട്. സ്പ്രിംഗ് വേണൽ ഇക്വിനോക്സ് എന്നൊക്കെ അതിന് പറയാ. അപ്പൊ അതിന്റെ തൊട്ട് മുന്നേയുള്ള വെള്ളിയാഴ്ച. അപ്പൊ 2024 പിന്നെ ഈ ലോക ഉറക്ക ദിനമായിട്ട് നമ്മൾ ആചരിച്ചത് മാർച്ച് 15 വെള്ളിയാഴ്ചയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ? ഇന്ന് മാർച്ച് 31 ആയിട്ടുള്ളൂ. അപ്പൊ മാർച്ച് 15 വെള്ളിയാഴ്ച നമ്മള് വേൾഡ് സ്ലീപ്പ് സൊസൈറ്റിന്റെ കീഴില് ലോക ഉറക്ക ദിനത്തെ ആചരിച്ചിട്ടുണ്ട്. അപ്പോ നമ്മള് ഉറക്കത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നാണ് ഈ ഒരു ദിവസം കൂടി നമുക്ക് വിളിച്ചോരി തരുന്നത്. നമുക്ക് ഖുർആനിലൂടെ ഒന്ന് പോയി നോക്കാം അല്ലെ, ഉറക്കത്തിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. മിൻ ആയാതിഹി മനാമുകും ബില്ലൈലി വന്നഹാരി വബ്തിഗാഉകും മിൻ ഫദ്ലിഹി ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യസ്മഊൻ. രാത്രിയും പകലും നിങ്ങൾ ഉറങ്ങുന്നതും അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടുന്നതും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ. തീർച്ചയായും അതിൽ ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അള്ളാഹു താല എത്രയോ സ്ഥലത്ത് നമ്മളെ ഉറക്കം എന്ന കാര്യത്തെ പറ്റി വിശദീകരിച്ചു തരുന്നുണ്ട്. നമ്മളൊക്കെ അമ്മ സൂറത്ത് ഓതുന്നവരല്ലേ? അപ്പൊ അതിൽ നൗമക്കും സുബാത്ത എന്നൊരു അല്ല, ആദ്യം ഒരു സൂറത്ത് ഏതാണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വജഅൽന നൗമക്കും സുബാത്ത എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട് അമ്മ സൂറത്തില്. അപ്പം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉറക്കത്തെ നാം വിശ്രമമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അള്ളാഹു തആല ഉറക്കത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്നത് നമുക്ക് ഈ ആയത്തിലൂടെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമ്മൾ പിന്നെ പറയുന്നുണ്ട് വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസൻ വന്നൗമ സുബാതൻ വജഅല നഹാറ നുശൂറ. അവൻ അത്രേ നിങ്ങൾക്ക് വേണ്ടി രാത്രിയെ വസ്ത്രവും ഉറക്കത്തെ വിശ്രമവും ആക്കിയവൻ അല്ലേ? പിന്നെ വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസ് എന്ന് പറയുന്നത് രാത്രിയെ നിങ്ങൾക്ക് നാം വസ്ത്രമാക്കിയിരിക്കുന്നു അതല്ലേ? ഉറക്കത്തെ നിങ്ങൾക്ക് നാം വിശ്രമമാക്കിയിരിക്കുന്നു. വന്നൗമ സുബാത്ത, ഉറക്കത്തെ നിങ്ങൾക്ക് നാം വിശ്രമമാക്കിയിരിക്കുന്നു. അപ്പൊ മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്തായ അനുഗ്രഹമായ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ ഉറക്കത്തെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളത് നമ്മുടെ മനുഷ്യന്മാരുടെ കടമയാണ് അല്ലേ? പിന്നെ നമുക്ക് പകലിൽ അധ്വാനിച്ച് ക്ഷീണിച്ച് നമ്മുടെ നമ്മുടെ ശരീരത്തിന് ഒരു ആഫിയത്ത് കിട്ടാനും ഒരു സുഖം കിട്ടാനും ഒക്കെ ഉള്ള ഒരു മാർഗമാണ് നമുക്ക് അള്ളാഹു തആല നൽകിയിട്ടുള്ള ഉറക്കം അല്ലെ? ഇനി സ്വാഭാവികമായിട്ടുള്ള ഉറക്കമുണ്ട്, അസ്വാഭാവികമായിട്ടുള്ള ഉറക്കമുണ്ട്. എന്താ അസ്വാഭാവികമായിട്ടുള്ള ഉറക്കം എന്ന് പറഞ്ഞാല്? വെറുതെ ഉറങ്ങും, അറിയാതെ ഉറങ്ങും. മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒക്കെ ഉള്ള പ്രശ്നം കൊണ്ടുണ്ടാവണ ഉറക്കം. ഇപ്പൊ രക്തം കുറവുണ്ടെങ്കിൽ ഉറക്കം ഉണ്ടാവും. അത് അസ്വാഭാവികമായ ഉറക്കം അല്ലെ? രോഗങ്ങളോ മറ്റോ വന്നാല് നമ്മളോട് അറിയാണ്ട് ഉറങ്ങിപ്പോകുന്നത്. തൈറോയിഡ് പേഷ്യൻസ് കാണുന്നില്ലേ? തൈറോയിഡ് കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആളുകൾ വെറുതെ ഇരുന്നാലും ഉറങ്ങിപ്പോകും അല്ലെ? വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ ഉറങ്ങുക. ഇതൊക്കെ നമ്മുടെ തലച്ചോറിനൊരു കനം വരുന്നത് കൊണ്ടാണ് നമുക്ക് നോർമൽ അല്ലാത്ത രീതിയിൽ ഉറക്കം വരുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടുള്ള ഉറക്കമുണ്ട്. എന്തൊക്കെയാ? അത് രാത്രിയത്തെ ഉറക്കം. രാത്രി നമ്മൾ കണ്ണിലേക്ക് ഒരു ഉറക്കം വന്ന് പിന്നെ നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടി ഉറക്കം വരാൻ വേണ്ടി ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? പോയി കിടക്കും, ഫോണുകളൊക്കെ മാറ്റി വെക്കും. നമ്മള് പിന്നെ ലൈറ്റ് എല്ലാം ഓഫാക്കി കടന്നിടത്തുനിന്ന് നമ്മൾ ആയത്തുൽ കുർസിയും ഫാത്തിഹയും സൂറത്തും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഓതി നമ്മൾ ശരീരം മൊത്തം പിന്നെ അങ്ങനെ ഉറക്കിലേക്ക് നമ്മൾ പഠിച്ചോന്റെ അടുത്തേക്ക് അടുത്തിട്ട് നിയത്തും വെച്ച് കിടക്കും. ഇതൊക്കെ ഡെയിലി ചെയ്യുന്ന എത്ര പേരുണ്ടാകോ? അതാ നമുക്ക് സമാധാനമുള്ള ഒരു ഉറക്കം. എന്നും ചെയ്യാറുണ്ട്. എല്ലാ ഫാത്തിഹയും സൂറത്തുകളും എല്ലാം ചൊല്ലിട്ട് തന്നെ ഉറങ്ങുള്ളൂ. മാഷാഅല്ലാ മാഷാഅല്ലാ. ഉറക്കം എന്ന് പറയുന്ന അള്ളാഹുവിനോടുള്ള അനുഗ്രഹത്തെ നമ്മൾ വളരെയധികം നിഅമത്തായ ആ ഒരു കാര്യത്തിനോട് നമ്മൾ ചെയ്യുന്ന ഒരു നന്ദി, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആണ് അല്ലെ? അത് അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന നന്ദിയാണ് നമ്മൾ ചെയ്യുന്ന ദിക്ർ. അപ്പൊ നമ്മുടെ ശരീരം രാവിലെ മുതൽ രാത്രി വരെ ഒരു ഫാക്ടറി അല്ലെ, ഒരു എഞ്ചിന് പോലെ ഇങ്ങനെ പ്രവർത്തിക്കും. രാത്രി വരെ പ്രവർത്തിക്കും. അപ്പൊ ഒരു ഫാക്ടറിക്കാണെങ്കിൽ ഒരു സമയം കുറച്ച് സമയം ഒന്ന് ഓഫ് ആക്കിയിടണല്ലോ അല്ലെ? എന്നാലാണല്ലോ നമുക്ക് പിന്നെയും ഈ പ്രവർത്തിക്കാനുള്ള ഒരു എനർജി കിട്ടുക. അപ്പൊ അതുപോലെ നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കുന്ന വിശ്രമമാണ് ഉറക്കം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ നമ്മുടെ ആമാശയം, നമ്മുടെ ദഹനേന്ദ്രിയ പ്രവർത്തനങ്ങള്, പേശികള്, നാഡികള്, ഞരമ്പുകൾ ഇതൊക്കെ ഒന്ന് സ്മൂത്തായി നല്ലൊരു എനർജി ഫീൽ ചെയ്ത് നമുക്ക് പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ? പിന്നെ നമുക്ക് ശക്തി കൂടുന്നുണ്ട്, നമ്മുടെ ശരീരത്തിന്റെ വേഗത കൂടുന്നുണ്ട്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്മർദ്ദമൊക്കെ കുറയ്ക്കുന്നുണ്ട്, ആരോഗ്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കൃത്യമായ ഉറക്കം കൊണ്ടുള്ള ബെനഫിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അള്ളാഹു തആല നൽകിയ 2 കാര്യങ്ങളാണ് രാവും പകലും. രാവും പകലും എന്ന് പറയുമ്പം ഇപ്പൊ രാവ് മാത്രമേ നമുക്കുള്ളൂ, രാത്രി മാത്രമേ നമുക്ക് അള്ളാഹു തന്നിട്ടുള്ളൂ എങ്കിൽ എന്താ നമ്മുടെ അവസ്ഥ?
അത് ശരിയാണ്. രാത്രി മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ എങ്കിൽ എന്താ നമ്മുടെയൊക്കെ സ്ഥിതി? രാത്രി ചെയ്യേണ്ട മറവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് പകലിൽ പണിക്ക് പോവുക എന്നുള്ളതും രാത്രി പണിക്ക് പോവുക എന്നുള്ളതുമായിട്ട് നമ്മൾ മനുഷ്യന്മാർക്ക് ആപ്റ്റ് ആയിട്ടുള്ള കാര്യം ഏതാ? പകല് പകലല്ലേ പകല് ചെയ്യാം അല്ലെ? അപ്പൊ അല്ലാഹു തആല പകലിനെ രാത്രിയെ ഒരുപോലെ ലൈലി വൻ നഹാർ എന്ന് ഖുർആനിൽ എടുത്തെടുത്ത് പറഞ്ഞതിന്റെ കാരണം എന്തായിരിക്കാം? രണ്ടിനും ഒരുപോലെ പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് അല്ലെ? അപ്പൊ ഓരോന്നിനും ഓരോ അതേപോലെ മാർഗങ്ങളുണ്ട്. അല്ലാഹു തആല നമ്മുടെ മനുഷ്യന്മാരുടെ സുഖത്തിന് വേണ്ടി തന്ന രണ്ട് സമയങ്ങളാണ് രാവും പകലും. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറയുന്നുണ്ട്, നബിയെ തങ്ങൾ പറയുക, അന്ത്യനാൾ വരെ മുഴുവൻ സമയവും രാത്രിയായി നിങ്ങളുടെ മേൽ ഞാൻ നിലനിർത്തിയിരുന്നെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അവനല്ലാതെ ഏതൊരു ഇലാഹാണ് നിങ്ങളിലേക്ക് പകലിലെ കൊണ്ടുവന്നത് അല്ലെ? അല്ലാഹു തആല എന്ന് പറയുന്നത് എന്തൊക്കെയല്ലേ? പിന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്തും ഉറങ്ങാതെ നമുക്ക് വേണ്ടി ജീവിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ആര്? അള്ളാഹു. അല്ലാഹു തആല ഉറക്കമുണ്ടോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ല്ലേ? നമ്മൾ എന്ന് ഓതുന്നൊരു ആയത്താണ്. സിനത്തുൻ വലാ നൗം. അവന് ക്ഷീണമോ ഉറക്കമോ ഇല്ല അല്ലെ? അല്ലാഹു തആല നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് മുഴുവൻ പിന്നെ ഉറക്കവും ഒരു ക്ഷീണവും ഇല്ലാണ്ടല്ലേ? അപ്പൊ അല്ലാഹുവിനോട് നമ്മൾ എന്ത് ഉള്ളവരായിരിക്കണം? തീർച്ചയായിട്ടും നന്ദിയുള്ളവരാവണം. നന്ദിയുള്ളവരായിരിക്കണം. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അല്ലാഹുവിനോട് നന്ദി കാണിക്കേണ്ടത്? അൽഹംദുലില്ലാഹ്, ശുക്രലില്ലാ. നമുക്ക് ദിക്റ് ചൊല്ലുക, നോമ്പ് നോൽക്കുക, നിസ്കരിക്കുക അല്ലെ? നമ്മളെ കൊണ്ട് ആവുന്ന ഇബാദത്തുകളൊക്കെ ചെയ്തുകൊണ്ടാണ് അല്ലാഹു തആലക്ക് വേണ്ടി നമ്മൾ നന്ദി കാണിക്കേണ്ടത്. പിന്നെ നമ്മൾ ഉറങ്ങുന്ന വിശ്വാസിയായ മുഅ്മിനായ ഒരു മനുഷ്യന്റെ ഉറക്കത്തിന് പ്രത്യേക പ്രതിഫലം അല്ലാഹു തആല കണക്കാക്കിയിട്ടുണ്ട്. ഒരു പ്രത്യേക നന്മയായത് എഴുതപ്പെടുന്നതാണ് ഇമാം ശൈഖ് സുഹറവർദി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. പിന്നെ അല്ലാഹു തആല നമ്മുടെ റഹ്മാനും റഹീമുമാണ് അല്ലെ റബ്ബ്. അപ്പൊ ദുനിയാവിൽ വെച്ചിട്ട് നന്മ പ്രവർത്തിച്ചവർക്കും പ്രവർത്തിക്കാത്തവർക്കും ഒരുപോലെ അല്ലാഹു നൽകുന്ന ഒരു അനുഗ്രഹം, വലിയ അനുഗ്രഹമാണ് ഉറക്കം എന്ന് പറയുന്നത്. സജ്ജനങ്ങൾക്കും അല്ലാത്തവർക്കും ഒരുപോലെ നൽകിയ അനുഗ്രഹം കൂടിയാണ് ഉറക്കം. ഇത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പാലിക്കേണ്ട കുറെ മര്യാദകളുണ്ട്. ഏതൊക്കെയാണെന്ന് പറയോ? ഉറങ്ങാൻ കിടക്കുമ്പോഴാണോ അതോ ഉറങ്ങണ മുന്നേ കിടക്കണ മുന്നേ ആണോ? കിടക്കണതിന്റെ മുന്നേ ഉറക്കം. ഓ വുളു എടുക്ക. ഇനി അതിനെ പറ്റിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇമാം ഗസാലി റളിയല്ലാഹു തആല പറയുന്നുണ്ട്, പിന്നെ ഉറക്കം മര്യാദകൾ പാലിച്ചാണെങ്കിൽ നമ്മുടെ പതിവ് ആരാധനകളിൽ പെട്ട ഒരു ആരാധന അല്ലെങ്കിൽ ഇബാദത്തായിട്ട് ഉറക്കത്തെ അല്ലാഹു തആല പരിഗണിക്കുന്നു, അല്ലാഹു തആല രേഖപ്പെടുത്തും. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഒരാള് വുളൂ ചെയ്ത് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഉറങ്ങിയാൽ ആ ഉറങ്ങുന്ന സമയം തൊട്ട് ഉണരുന്ന സമയം വരെ അയാൾ നിസ്കരിച്ചു കൊണ്ടിരുന്നതായി രേഖപ്പെടുത്തും അല്ലേ? നല്ല ഒരു വലിയ അനുഗ്രഹം തന്നെയല്ലേ അത്? ചെറിയൊരു വുളൂവിന്റെ കാര്യമുള്ളൂ. വുളൂ ചെയ്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സ്മരിച്ച് ഒരു ദിക്റൊക്കെ ചൊല്ലി ഉറങ്ങിയാല് പിന്നെ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി അല്ലാഹു തആല നമുക്ക് രേഖപ്പെടുത്തുന്നതാണ്. അപ്പൊ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരു മലക്ക് വന്ന് നമ്മുടെ ശരീരത്തിൽ കയറിയിരിക്കും. എന്നിട്ട് അല്ലാഹു തആല നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യും ആ മലക്ക്. അപ്പൊ വുളൂ ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായില്ലേ? അതെ. പിന്നെ വുളൂ ചെയ്തുകൊണ്ട് ശുദ്ധിയോടെ ഒരാൾ ഉറങ്ങിയാല് നമ്മുടെ ആത്മാവിനെ അർശിലേക്ക് ഉയർത്തപ്പെടും അല്ലെ? അല്ലാഹു തആലന്റെ സിംഹാസനമായ അർശിലേക്ക് നമ്മുടെ ആത്മാവിനെ ഉയർത്തപ്പെടും എന്നാ പറയുന്നത് അലിമികൾ. അപ്പം ഉറക്കം ഒരു ആരാധനയാണ്. ഉറക്കം എന്ന് പറയുന്നത് ഒരു തസ്ബീഹാണ് അല്ലെ? അപ്പൊ നമുക്കൊക്കെ സ്ത്രീകൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവാം, വുളൂ ചെയ്തിട്ട് ഉറങ്ങാറ് പക്ഷെ ഭർത്താവിന്റെ അടുത്ത് കിടക്കുമ്പോൾ വുളൂ മുറിയില്ലേന്ന്. എന്താ നിങ്ങളുടെ ആൻസർ അറിയോ? മുറിയൂല. വുളൂ ഉറക്കത്തിന്റെ വുളൂ മുറിയൂല. പിന്നെ ഒരു മസാല അവിടെ പറയാനുള്ളത് എന്ന് പറഞ്ഞാല് നമ്മൾ വുളൂ ചെയ്ത് ഉറങ്ങിപ്പോയാല് ശരിക്ക് വുളൂ മുറിയുമല്ലോ അല്ലെ? പക്ഷെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള വുളൂ ഉറക്കത്തിൽ നമ്മളോട് മുറിഞ്ഞു പോയാലും എന്താ അതിനുള്ള കൂലി അല്ലാഹു തആല നൽകുന്നതാണ്. പിന്നെ ഭാര്യയെ ഭർത്താവിനെ തൊട്ടാൽ വുളൂ മുറിയൂല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ആരൊക്കെ ലൈഫില് ഇതില് കൂട്ടത്തില് വുളൂ ചെയ്യാത്ത ആരൊക്കെ ഇനി വുളൂ ചെയ്യും എന്നുള്ള തീരുമാനം എടുത്തവരുണ്ട്? ചെയ്യാറുണ്ട് എന്നും. ആണോ? മാഷാ അല്ലാ, മാഷാ അല്ലാ. മയ്യത്തിന്റെ വുളുവും ഉറക്കത്തിന്റെ വുളുവും അങ്ങനെ മുറിയില്ലല്ലോ.
ഇല്ല ഇല്ല ഇല്ല. വുളു മയ്യത്തിന് മുറിയില്ല. ഉദു കൊടുത്താലും ആ ഇല്ല. അറിയലുണ്ട്, പ്രവർത്തികമാക്കലില്ല. ആണോ? പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ റമദാൻ മാസത്തിൽ നമുക്ക് വരേണ്ട ഏറ്റവും വലിയ, നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണല്ലോ അല്ലെ, ഒരു ലൈഫ് ചേഞ്ചിങ് ആയിരിക്കണം അല്ലെ. അതെ. അപ്പൊ തലവ ഉസ്താദ് പറയുന്നുണ്ട്, വിരിപ്പെപ്പോഴും കുടഞ്ഞിട്ട് നീ കിടക്കേണ്ടതാ, കിടക്കാൻ കഴിഞ്ഞുടനെ കിടക്കേണ്ടതാ. എന്താ പറഞ്ഞ വിരിപ്പ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ ഉറക്കത്തിലേക്ക് പോകുമ്പോഴുള്ള മര്യാദകളാണ് അല്ലെ. അപ്പൊ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാല് നമ്മുടെ കിടക്ക വിരിപ്പ് എല്ലാ ദിവസവും ഒന്ന് മുട്ടി വിരിക്കുക. എന്നിട്ട് കിടത്തം കഴിഞ്ഞ് വരുമ്പം സാധാരണ നമ്മൾ സ്ത്രീകൾ ചെയ്യും, പക്ഷെ പുരുഷന്മാർക്ക് വലിയൊരു ശീലം ഇല്ലാത്ത കാര്യമാണ് കിടന്ന പുതപ്പ് മടക്കി ഇടുക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കിടത്തം കഴിഞ്ഞ ഉടനെ അത് മടക്കി ഇടുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ തടവസ്ഥ പറയുന്നുണ്ട്, ഉറക്കം വരാതെ ഉറങ്ങുവാൻ തുനിയല്ലേ, ഉറങ്ങുന്നതിനു കമിഴ്ന്നു നീ കിടക്കല്ലേ. ഉറക്കം നമ്മള് സാധാരണ ഏത് രീതിയിലാ കിടക്കാറ്? എങ്ങോട്ട് തിരിഞ്ഞാ കിടക്കാറ്? വലതുഭാഗത്തേക്ക്. വലതുഭാഗത്തേക്കാണ്. അപ്പൊ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്ന ശീലമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ല. ശരി, വലതുഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് വലത്തെ കൈ കവിളിന്റെ ഭാഗത്ത് കവിളിന്റെ അടുത്ത് വെച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നതെന്ന് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോ പിന്നെ പുരുഷന്മാര് തീരെയും കമിഴ്ന്ന് കിടക്കാൻ പാടില്ല. ഒരിക്കല് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പിന്നെ നിവേദനം ചെയ്ത ഹദീസിൽ പറയുന്നുണ്ട്, റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് പറഞ്ഞത്രേ ഒരിക്കല്, മ്യൂട്ട് ചെയ്യണേ, ഒരിക്കല് ഞാൻ പള്ളിയിൽ കമിഴ്ന്ന് കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാലുകൊണ്ട് തട്ടി വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്രേ, ഇത് അള്ളാഹുവിന് കോപമുള്ള കിടത്തമാണ് എന്ന്. അപ്പൊ നമ്മൾ ഒരിക്കലും കമിഴ്ന്ന്, അത് പിശാചിന്റെ കിടത്താണ് എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ ഒരിക്കലും കമിഴ്ന്ന് കിടന്നാരും ഉറങ്ങരുത്. പ്രത്യേകിച്ച് ഗർഭിണികളൊക്കെ ആണെങ്കിൽ തീരെയും കമിഴ്ന്ന് കിടന്നുറങ്ങാനേ പാടുള്ളതല്ല. പിന്നെ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു വേണം നമ്മള് കിടന്നുറങ്ങാൻ. പിന്നെ പറയുന്നുണ്ട്, ദിനമെട്ട് ചെയ്യേണ്ടത് ഓ ഗർഭിണികള് ഇടത് ഭാഗമല്ലേ ചെരിഞ്ഞടക്കേണ്ടത്? ഗർഭിണികൾ ഇടതുഭാഗത്താണ് എന്ന് നമ്മുടെ ഡോക്ടർമാർ പ്രൂവ് ചെയ്ത കാര്യമായിട്ട് ശാസ്ത്രീയമായി പറയുമ്പോ അങ്ങനെ പറയാം. പക്ഷെങ്കിൽ നമ്മള് സാധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന രൂപത്തിൽ കിടക്കുകയാണെങ്കിൽ വലതുഭാഗത്തേക്ക് പിന്നെ ചെരിഞ്ഞു കിടക്കണം എന്നാണ് അല്ലെ. പക്ഷെ നമ്മൾ കാണുന്ന വീഡിയോസിലൊക്കെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശാസ്ത്രീയമായി സയന്റിഫിക്കലായിട്ട് നമ്മൾ പറയുമ്പം പിന്നെ ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുമ്പം കുട്ടിക്ക് രക്തോട്ടം അല്ലെ ഉണ്ടാകും എന്നൊക്കെയുള്ള സ്റ്റഡീസിൽ അങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ വലതാണെങ്കിലും ഇടതാണെങ്കിലും അത് രണ്ടും കുഴപ്പമൊന്നുമില്ല. പിന്നെ ദിനമെട്ട് സാഅത്തിൽ കവിഞ്ഞുറങ്ങല്ലേ, അത് തന്നെ വയസ്സിൽ 1/3 എന്താ പറഞ്ഞത് മനസ്സിലായോ? ദിനം 8 സാഅത്തിൽ കവിഞ്ഞുറങ്ങരുത്. 8 മണിക്കൂറിൽ കൂടുതൽ ഒരാള് ഉറങ്ങിയാല് അയാൾക്ക് ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങള്, പിന്നെ രക്തസമ്മർദ്ദം അല്ലെ, പൊണ്ണത്തടി, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പണ്ട് എത്രയോ വർഷങ്ങൾക്ക് രാവിലെയും രാത്രിയും ഒക്കെ കൂട്ടിയിട്ടാണ് 8 മണിക്കൂറിൽ കവിയരുത് എന്ന് പറയുന്നത്. പകല് നമ്മള് ഇപ്പൊ 1 മണിക്കൂറൊക്കെ അല്ലേ ഉറങ്ങുള്ളൂ. പിന്നെ സുബഹിന്റെ ശേഷം നമ്മൾ അങ്ങനെ കാര്യമായിട്ട് നോമ്പിന് ഓക്കെ ഈ ഒരു മാസം നമ്മള് എന്തായാലും കുറച്ച് സമയം അത്താഴത്തിന് സുബഹിക്ക് ശേഷം കിടക്കാറുണ്ട്. പക്ഷെ അതല്ലാത്ത സമയത്ത് ഒരു 10 അല്ലെങ്കിൽ 9:30 മുതല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ തന്നെ ഇശാഇന് ശേഷം സംസാരിക്കാൻ പാടില്ല അല്ലെ. അതെന്താ അങ്ങനെ പറഞ്ഞത്? വേഗം ഉറങ്ങണം എന്നുള്ള, വേഗം കെടുക്കാൻ. വേഗം കിടക്കാനാണ്. ചിന്തകൾ ഒഴിവാക്കാൻ. ഇശാഇന് ശേഷം സംസാരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം നമ്മൾ വേഗം ഉറങ്ങി വേഗം എഴുന്നേക്കാന്നുള്ള ശീലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 9:30 മുതൽ 4 മണി വരെ അല്ലെങ്കിൽ 4:30 വരെ തഹജ്ജുദിന്റെ സമയം വരെ ഒരാൾ ഉറങ്ങിയാൽ ഏകദേശം അയാൾക്ക് 7.5-8 മണിക്കൂറിന്റെ അടുത്ത് ഉറങ്ങാനുള്ള സമയം ഇവിടെ കിട്ടി. 9 മണിക്കൂറിന്റെ മുകളിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഓർമ്മശക്തി ഉണ്ടാകൂല, പിന്നെ മാനസിക വിഭ്രാന്തി ഉണ്ടാകും, മാനസിക രോഗങ്ങൾ അല്ലെ, മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന പഠനങ്ങൾ ശാസ്ത്രീയമായി പോലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ 8 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ 8 മണിക്കൂർ തന്നെ തഴവ ഉസ്താദ് പറയുന്നത് വയസ്സിൽ നമ്മുടെ വയസ്സിന്റെ 1/3 24 മണിക്കൂറിന്റെ 1/3 അല്ലെ നമ്മൾ ഉറങ്ങി തീർക്കുകയാണ്. അപ്പൊ അതിലും കൂടുതൽ എന്ത് ചെയ്യരുത്, ഒരു മനുഷ്യന്മാരും ഉറങ്ങാൻ പാടില്ല എന്നാണ് നമ്മളോട് മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വുളൂഇന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അർഷോട് റൂഹിന് ബന്ധം അതുകൊണ്ടുള്ളതാ അല്ലെ. അർഷിലേക്ക് നമ്മുടെ റൂഹിനെ ഉയർത്തപ്പെടുന്ന പറയുന്നത്. പിന്നെ വുളൂഓട് കൂടി ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാല്
പിന്നെ അവനുള്ള സ്വപ്നം സത്യമാണ്. നമ്മൾ എന്താണോ ഉറക്കത്തിൽ കാണുന്നത്, ഇപ്പൊ നല്ല സ്വപ്നങ്ങളൊക്കെയാ കാണുന്നതെങ്കിൽ അത് സത്യമായി പുലരാനുള്ള സാധ്യതകൾ പോലും ഉണ്ട് എന്ന് ഹദീസില് കാണാം. പിന്നെ നമ്മൾ വുളുവോടുകൂടി ഉറങ്ങിയാൽ ഉണരുന്ന സമയം വരെ നമ്മുടെ പിന്നെ റൂഹും നമ്മളും സുജൂദിലാണ് എന്നാണ് ഇവര് പറയുന്നത്, നമ്മുടെ ഹദീസുകളിലൊക്കെ പറയുന്നത്. പിന്നെ അത് മാത്രമല്ലിനി നീ മരിച്ചുറക്കത്തിലെ ഒരുമിച്ചിടാം ശുഹദാക്കളെ ലജ്നത്തിലെ എന്താ പറയുന്നത്, നമ്മൾ എങ്ങാനും ഉറക്കത്തിൽ മരിച്ചു പോയാലും നമ്മൾ വുളുവോടുകൂടി ഉറങ്ങിയ ഒരു മനുഷ്യൻ ശുഹദാക്കളുടെ കൂട്ടത്തിലാണ് എണ്ണപ്പെടുക. അല്ലേ? എന്തൊരു ഭംഗിയായിട്ടാ ഇപ്പോ നമ്മുടെ പിന്നെ ഉസ്താദന്മാരൊക്കെ ഉറക്കത്തിന്റെ ഓരോ കാര്യങ്ങൾ പോലും നമുക്ക് വിവരിച്ചു തരുന്നത്. വേറെ ഏത് മതത്തിലുണ്ട് അല്ലെ ഇങ്ങനെ? നമ്മുടെ മുസ്ലിങ്ങളെ പോലെ വേറെ ഏത് മതത്തിലുണ്ട് ഉറക്കത്തിനും എഴുന്നേൽക്കുന്നതിനും എല്ലാ കാര്യത്തിനും ഇത്രയും വ്യക്തമായ രീതിയും രൂപങ്ങളും കാണിച്ചു തരുന്ന മറ്റൊരു മതവും ഈ ദുനിയാവിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം, അല്ലേ? പിന്നെ അതെ. ഇനിയിപ്പം നമ്മള് ഉറങ്ങാനൊക്കെ ഒരുങ്ങി ബെഡ്ഷീറ്റ് മുട്ടി വിരിച്ച് പിന്നെയോ ഇനി എന്താ ചെയ്യാ? കുറച്ച് സ്വലാത്ത് ദിക്റ് കാര്യങ്ങളൊക്കെ ചൊല്ലാനുണ്ട് അല്ലേ? ഉറക്കിന് മുന്നേ സുന്നത്തുണ്ട്, ബ്രഷ് ചെയ്യാം. ബ്രഷ് ചെയ്യാന്നുള്ള ഒരു സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ് ബ്രഷ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത്. ഉറക്കത്തിന്റെ സമയത്ത് ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ രാവിലെയും ബ്രഷ് ചെയ്യാന്നുള്ളത്. ഇല്ലെങ്കിൽ 3 നേരം 2 നേരം ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? വുളൂ ചെയ്യുക, ഖിബ്ലക്ക് മുന്നിട്ട് ഇരിക്കുക, എന്നിട്ട് ദിക്റുകൾ ചൊല്ലുക അല്ലെ? ദിക്റ് ചൊല്ലുക ഏതൊക്കെ? ബിസ്മിക റബ്ബിയൊക്കെ ചൊല്ലുന്നവരുണ്ടോ? ബിസ്മിക റബ്ബി വലഅതു ജംബി وضعت جنبي بك أرفعه إن وبك أمسكت أرفعه فاغفر إن لها وإن أمسكت نفسي أرسلتها ورحمها وإن فاحفظها أرسلتها بما فاحفظها تحفظ بما به تحفظ عبادك به عبادك الصالحين. الصالحين. എന്താ അതിന്റെ അർത്ഥം എന്നറിയാം നിങ്ങൾക്ക്? ചെല്ലല്ലേ? അതായാലും ബിസ്മിക അല്ലാഹുമ്മ അഹ്യ വഅമൂത്ത് അതെ ചൊല്ലാറുണ്ട്. നിന്റെ അത് രണ്ടും ചൊല്ലാറുണ്ട്. ജീവിച്ചു, നിന്റെ കാരുണ്യത്തിലേക്കാണ് നമ്മള് ഒരു മരണത്തിലേക്കാണല്ലോ പോകുന്നത് അല്ലെ? അപ്പൊ ആ കാര്യം നമ്മൾ പറയുന്നുണ്ട്. പിന്നെ പറയാണ് എന്റെ രക്ഷിതാവേ ബിസ്മിക റബ്ബി ജംബി, നാമത്തിൽ എന്റെ പാർശ്വം ഞാൻ വെക്കുന്നു അല്ലെ? ചെരിഞ്ഞാടൽ കിടക്കുന്നത്, അപ്പം എന്റെ സൈഡ് ഞാൻ വെക്കുന്നു. പിന്നെ അതിനെ ഉയർത്തുന്നത് ആരാണ്? ഉറക്കത്തിൽ നിന്ന് അതിനെ ഉയർത്തുന്നത് അല്ലാഹുവേ നിന്റെ സഹായം കൊണ്ടാണ്. ഈ ഉറക്കത്തിൽ എന്റെ റൂഹിനെ എങ്ങാനും നീ പിടിക്കുകയാണെങ്കിൽ എന്റെ റൂഹിനോട് നീ കരുണ കാണിക്കണേ റബ്ബേ. പിന്നെയോ അതിനെ നീ എനിക്ക് എന്നെ വിട്ടുതരാം, എന്നെ ജീവിതത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ നിന്റെ സജ്ജനങ്ങളായ അടിമകളെ നീ സംരക്ഷിക്കുന്നത് പോലെ എന്റെ എന്റെ ആത്മാവിനെയും എന്റെ ശരീരത്തിനെയും നീ സംരക്ഷിക്കണേ എന്നൊക്കെ നമ്മൾ ദുആ ചെയ്തുകൊണ്ടാണ് ഉറങ്ങേണ്ടത് അല്ലേ? ഇത്ര നല്ല ദുആ ആണ് അല്ലേ? ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി മിൻ ഇബാദിക സ്വാലിഹീൻ. ഇനി ആരെങ്കിലും ഈ ഒരു കാര്യം ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മള് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഈ ഒരു ക്ലാസ്സിന്റെ ഭാഗമായിട്ടെങ്കിൽ ഇനി മുതൽ ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചെറിയ ദിക്റായാലും ബിസ്മിക അല്ലാഹുമ്മ അഹ്യ വഅമൂത്ത് എന്ന ദിക്റായാലും കുഴപ്പമില്ല. പിന്നെ കാല് ഏത് ഭാഗത്തേക്ക് നീട്ട് കിടക്കുമ്പോഴേ നമ്മളെ കാല് ഏത് ഭാഗത്തേക്കാ വേണ്ടത്? പടിഞ്ഞാറ് ഭാഗത്തേക്കാ? കാല് കിബിലക്ക് മുന്നിട്ട് കിടന്നുറങ്ങാൻ പാടില്ല എന്നല്ലേ പറയാ അല്ലെ? കിബിലയിലേക്ക് കാല് നീട്ടിയിട്ട് കിടക്കാൻ പാടില്ല എന്നല്ലേ പറയാ? അപ്പൊ അതിനനുസരിച്ചായിരിക്കൂല നമ്മളെ ബെഡ്റൂം ചെയ്തിട്ടുണ്ടാവുക അല്ലേ? കാല് ഖിബ്ലക്ക് നേരെ വെക്കാൻ പാടില്ല എന്നാണോ പറഞ്ഞത്? കാല് കിബിലക്ക് വലതു പക്ഷം ചേർന്ന് കിടക്കാൻ കഴിയൂലെങ്കിൽ പിന്നെ അങ്ങനെ നല്ലത്. അങ്ങനെയല്ല, തലഭാഗം ഉയർത്തി വെച്ച് കിബിലയിലേക്ക് കാല് നീട്ടി കിടക്കുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്ന് ആണ് പറയപ്പെടുന്നത്. കടത്തത്തിന്റെ രൂപം പറയുമ്പോൾ 3-ാമത്തെ രൂപമാണല്ലോ അത്. ഫസ്റ്റ് വലതുവശം കിബിലക്ക് നേരെ, പിന്നെ ഇടതുവശം കിബിലക്ക് നേരെ, പിന്നെ മൂന്നാമതാണ്. അപ്പോ അത് മൂന്നാമത് പറയാനുള്ള കാരണം തീർച്ചയായിട്ടും എന്തായിരിക്കാം? വലതുഭാഗത്തിനോട് കിബിലയിലേക്ക് കാല് നീട്ടിയിട്ട് നമ്മൾ കിടക്കാന്ന് പറയുന്നത് അത്ര പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യമല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം അതിനെ ചിലപ്പോൾ മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. പിന്നെ നമ്മുടെ ഉറക്കത്തിനെ പറ്റിയിട്ട് പക്ഷെ ഒരു കിബിലക്ക് നേരവും നെഞ്ഞു വരിക. അല്ല, ഒരു സംശയം. പിന്നെ നമുക്കിപ്പോ കിബിലക്ക് നേരെ മനഃപൂർവ്വമായിട്ട് കിടക്കാൻ പാടില്ല. പക്ഷെ റൂമിന്റെ അസൗകര്യക്കുറവ് കൊണ്ട് ആ കട്ടില് ആ രീതിയിൽ ഇടാൻ പറ്റാത്ത, മറ്റുള്ള രീതിയിൽ ഇടാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്? അങ്ങനെ അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ.
ഇല്ല അന്നേരം അങ്ങനെ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ, ചിലപ്പോ ചെറുതെല്ലാം ആണെങ്കിൽ നമുക്ക് കട്ടിലിടാൻ ചെറിയ റൂമുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കട്ടില് തീരെ ഇടാൻ പറ്റുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ അള്ളാഹുവിന് അറിയാം നമ്മുടെ നിയ്യത്ത് എന്താണെന്നുള്ളത് അള്ളാഹുവിന് അറിയാം. റബ്ബ് കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിന് ഒരു കുറ്റം ആയിട്ടുണ്ടാവൂല. അള്ളാഹു താലാന് പരിഗണിക്കൂല. അല്ല തന്നെ നമുക്ക് പിന്നെ ഒരു കുറ്റായിട്ട് നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല മനഃപൂർവ്വം. ഇൻഷാ അല്ലാഹ് അതന്നെ അള്ളാഹു താല എന്ത് തെറ്റുകൾ ഉണ്ടെങ്കിലും ചെറിയ ചെറിയ അസൗകര്യങ്ങളൊക്കെ നമ്മുടെ ഇബാദത്തുകളിലും ജീവിതചര്യകളിലൊക്കെ വരുന്ന എല്ലാ ചെറിയ ചെറിയ തെറ്റുകളും അള്ളാഹു താല പുറത്താക്കി തരട്ടെ. ആമീൻ. പിന്നെ തുമ്മല തുസ്അലുന്ന യൗമഇദിൻ അൻ നഈം എന്ന് പറയുന്നുണ്ട്. അള്ളാഹു താല നമുക്ക് തന്ന എല്ലാ നിഅമത്തിനെ പറ്റിയിട്ടും അവൻ ഖിയാമത്ത് നാളിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് എന്ത് അനുഗ്രഹം കിട്ടിയാലും അള്ളാഹു താല അതിനെപ്പറ്റി ഖിയാമത്ത് നാളിൽ ചോദിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാവപ്പെട്ട ഒരു വ്യക്തി, ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, റബ്ബേ നബിയെ ഞാന് മദീനയില് ഭിക്ഷ യാചിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് വേറെ ഒരു ജീവിത വൃത്തിക്ക് എനിക്ക് വേറെ ഒരു പണിയും അറിയില്ല, കൂടുതുണിക്ക് മറുതുണി എനിക്കില്ല. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഇട്ട് തന്നാൽ കഴിക്കാൻ പറ്റുന്ന ഒരു പാത്രം മാത്രം എനിക്കുണ്ട്. അപ്പൊ എനിക്കും ഈ ആയത്ത് ബാധിക്കോ? എന്നോടും അള്ളാഹു താല അനുഗ്രഹങ്ങളൊക്കെ പറ്റിയിട്ട് ചോദിക്കോ എന്ന് പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ ഭിക്ഷയൊക്കെ യാചിച്ച് അല്ല നിന്റെ പണികളൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ക്ഷീണിച്ച് വന്ന് കിടന്നുറങ്ങാറുണ്ടോ? അപ്പൊ അയാൾ പറയുന്നുണ്ട്, നബിയെ ഞാൻ ഉറങ്ങാറുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി എന്ന് പറഞ്ഞാല്, ആ ഉറക്കം എന്ന് പറയുന്നത് അള്ളാഹു നിനക്ക് തന്ന അനുഗ്രഹമാണ്, തീർച്ചയായിട്ടും അതിനെ കുറിച്ച് നിന്നോട് ചോദിക്കുക തന്നെ ചെയ്യുന്നത്. അപ്പൊ നമ്മളൊക്കെ എത്ര കാര്യങ്ങളിൽ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും അല്ലേ? അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ മുത്തഖീങ്ങളുടെ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലേ? ആമീൻ. ഇനിയിപ്പം നമ്മൾ എന്റെ കാര്യം പറഞ്ഞു. പിന്നെ ദിക്റ് ചൊല്ലാനുള്ള ദിക്റുകളൊക്കെ ബിസ്മിക റബ്ബി ചൊല്ലുക. പിന്നെ ചെയ്യാനുള്ളത് ബിസ്മിക ആയത്തുൽ കുർസി അല്ലെ? ആയത്തുൽ കുർസിന്റെ പ്രാധാന്യത്തെ പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മള് ഡെയിലി ഒരു 3 or 7 ആയത്തുൽ കുർസി എങ്കിലും ഒരാളുടെ ജീവിതത്തിൽ ഒരു ദിവസം ഓതിയിട്ടുണ്ടാവണം. ഇതിന്റെ കൂടെ ഇഖ്ലാസ് സൂറത്ത് ഓതുക, മൗഇദത്തൈനി ഓതുക, പിന്നെ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലുക, അൽഹംദുലില്ലാഹ് ചൊല്ലുക, അല്ലാഹു അക്ബർ ചൊല്ലുക. പിന്നെ നമ്മൾ ഏറ്റവും അവസാനമായി ഉറങ്ങുന്ന സമയത്ത് ചൊല്ലേണ്ടുന്ന ദിക്ർ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായിരിക്കണം എന്നാണ്. കാരണം അതിനോടുകൂടെ നമ്മള് പിന്നെ ഫോൺ നോക്കാതിരിക്കുക. അതിനോടുകൂടെ നമ്മൾ ഉറങ്ങിപ്പോയാലും എന്താവാനില്ല, പേടിക്കാനില്ല. റബ്ബിന്റെ പൊരുത്തത്തിലായിട്ടായിരിക്കണം നമ്മൾ മരിക്കുന്നത്. അവസാനമായി ചൊല്ലുന്ന നമ്മൾ മരിച്ചു പോയാലും കലിമത്ത് തൗഹീദ് ആയിരിക്കുമല്ലോ അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ തീർച്ചയായിട്ടും ഉറങ്ങുന്നത്. പിന്നെ ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്നോട്? പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. പിന്നെ പ്രാധാന്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് 8 മണിക്കൂറിലും കുറവാ ഉറങ്ങണെച്ചെങ്കിൽ പ്രശ്നമൊന്നുമില്ല. 6 മണിക്കൂറിലും 8 മണിക്കൂറിലും ഇടയിൽ ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അതിലും താഴെ ഉറങ്ങിക്കഴിയരുത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഉറക്കം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും പിന്നെ ഉറക്കം തൂങ്ങിയാല് ആ ഉറക്കം ഒന്ന് തീരുന്നത് വരെ അവൻ പോയി ഉറങ്ങട്ടെ എന്നാണ് നബി പറഞ്ഞത്. കാരണം ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഉറങ്ങണം. 4 മണിക്കൂറിൽ കുറവ് ഉറങ്ങിയാലും ഹൃദ്രോഗത്തിനുള്ള സാധ്യതകളൊക്കെ നമുക്ക് കൂടുതലാണ്. അപ്പൊ 5 മണിക്കൂറിൽ തീരെ കുറയരുത്. 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഉറക്കം നമ്മൾ തീർച്ചയായിട്ടും ഉറങ്ങിയിരിക്കുക. 7 മണിക്കൂർ 10 മണിക്കൂർ നമ്മൾ ഉറങ്ങിയാൽ എഴുന്നേൽക്കാന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ഇവിടെ 7 മണിക്കൂർ ഉറങ്ങാൻ കിട്ടും. അപ്പൊ അത്രയും സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ഇനി മുതൽ ഇശാഇന്റെ ശേഷം അധികം നേരം പിന്നെ നമ്മൾ അധികം ലോങ് ആയി ഇരിക്കാതെ വേഗം കിടന്നുറങ്ങാനുള്ള രീതിയിലേക്കൊന്ന് ആയി വരും. അതൊക്കെ ആയിരിക്കണം നമ്മുടെ ഈ സ്പീക്കൺ അക്കാഡമി തന്ന ക്ലാസിന്റെ പിന്നെ ഭാഗമായിട്ട് നമുക്ക് വരേണ്ട മാറ്റങ്ങൾ അല്ലേ? നിങ്ങൾ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. കേൾക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ മ്യൂട്ട് ചെയ്തുകൊണ്ടുള്ള പ്രശ്നമാണ്. ഹോസ്റ്റ് ചെയ്യുന്ന ആള് ബാക്കി എല്ലാവർക്കും മ്യൂട്ട് ചെയ്താൽ നന്നായിരിക്കും. അതുകൊണ്ടാണ് കുറെ സംസാരങ്ങൾ ഇങ്ങോട്ടൊക്കെ കേൾക്കുന്നതുകൊണ്ട് പിന്നെ എവിടുന്നാന്നുള്ളത് അറിയുന്നില്ല. വേണ്ട എടുക്കണ്ട. ഹോസ്റ്റ് ചെയ്യുന്ന ആള് മ്യൂട്ട് ചെയ്താൽ മതി ഓരോരുത്തരെ വിളിച്ച്. അന്നേരൊക്കെ അങ്ങനെ ചെയ്തീനി.
നമ്മുടെ നാട്ടിൽ ഇപ്പൊ കിബില വരുന്നത് അങ്ങോട്ടേക്കാണല്ലോ. എന്നിട്ട് പിന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക്. ഹലോ, ബാക്കി കേൾക്കുന്നില്ലല്ലോ. ഫുൾ കേട്ടിട്ടില്ല. മുഴുവനായിട്ട് കേട്ടിട്ടില്ലല്ലോ. നമ്മളുടെ നാട്ടില് ഇപ്പം കിബില പടിഞ്ഞാറ് ഭാഗത്തേക്കാണല്ലോ വരുന്നത്. ആ അപ്പൊ നമ്മള് കിബിലക്ക് നേരെ കിടക്കാന്ന് പറയുമ്പോ നമ്മളുടെ തല വടക്ക് ഭാഗത്തേക്കാണല്ലോ വരിക, അല്ലെ? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അപ്പൊ കാല് കിബിലയിലേക്കാവൂല അങ്ങനെ ആവുമ്പോ. അല്ല, കാല് കിബിലയിലേക്കാവൂല. കിടക്കുന്ന സമയത്ത് പടിഞ്ഞാറ് വരുമ്പോഴേക്കും ഓപ്പോസിറ്റ് കിഴക്കല്ലേ? വടക്ക് തെക്ക്. ഉറങ്ങുന്ന സമയത്ത് മാത്രം ആയിരിക്കാം ചിലപ്പോ നമ്മുടെ മുഖം എന്തായിരിക്കുക വലതു ഭാഗത്തേക്ക്, അല്ലെങ്കിൽ വലതു ഭാഗത്തേക്ക് നമ്മള് ചെരിഞ്ഞു കിടക്കുന്നുണ്ടാവും. പക്ഷെ ഉറക്കത്തിൽ നമ്മൾ മാറിക്കിടക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഒരു കിബില അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ടല്ലോ. അപ്പൊ കാല് നീട്ടുന്നത് കിബിലയിലേക്ക് ആവുന്നതിനെ മാത്രം ഒന്ന് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പറ്റി പറയാനുള്ളത് ശാരീരികവുമായ എല്ലാ പ്രവർത്തനങ്ങളും ഒന്ന് കുറഞ്ഞ് അല്ലെ നമ്മുടെ ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്ന അവസ്ഥയാണ് നമ്മള് ഉറക്കം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കും. എല്ലാ ശരീരത്തിന് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കും. ശരിക്കും നമ്മുടെ മനസ്സാണോ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സാണോ ഉറക്കത്തിൽ പ്രവർത്തിക്കുക? ഉപബോധ മനസ്സാണ് അല്ലെ. നമ്മുടെ മനസ്സ് എന്ന പ്രവർത്തനത്തിന്റെ ആ ഒരു കണ്ടീഷനിൽ നിന്ന് നമ്മൾ മാറി പിന്നെ നമ്മളെ ഉപബോധ മനസ്സ് അവിടെ പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കാണുന്നത്, സ്വപ്നങ്ങളൊക്കെ ഉറക്കത്തില് കാണുന്നത്. അല്ലെങ്കിൽ സ്വപ്നം കാണിക്കുന്നത് ഏത് മനസ്സാ? ഉപബോധ മനസ്സ്. ഉപബോധ മനസ്സ്. പിന്നെ അവിടെ നമുക്ക് ഉറങ്ങുന്ന സമയത്ത് മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മള് ഫോൺ എടുത്ത് ഫോണിൽ നോക്കി അതിന്റെ ബ്ലൂ റൈസസ് ഒക്കെ നമ്മളെ കണ്ണിലേക്ക് വന്ന് നമ്മളെ തലച്ചോറിനെ അത് ബാധിച്ച് അങ്ങനെയാകുമ്പോൾ ഈ ഹോർമോൺസ്, ഉറക്കത്തിന്റെ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടൂല. കുറേ ആളുകൾ പരാതി പറയുന്ന ഒരു കാര്യമാണ് ഉറക്കമില്ല, പിന്നെ ഉറക്കം കിട്ടുന്നില്ല, കിടന്നാലും ഉറക്കമില്ല, അല്ലെങ്കിൽ ഉറക്കത്തിൽ എന്തൊക്കെയോ ചിന്തകളാണ്, മൊത്തം ഏതൊക്കെയോ റൂട്ടിലേക്ക് നമ്മൾ മാറിപ്പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാറുണ്ട്. അപ്പൊ ഇതിനൊക്കെ മാറ്റണമെങ്കിൽ നമ്മളെ സ്ക്രീൻ ടൈം കുറക്കുക അല്ലെ. നമ്മുടെ ഫോണിന്റെ ഉപയോഗം, ടിവിന്റെ ഉപയോഗം, കമ്പ്യൂട്ടറിന്റെ ഉപയോഗം ഇതൊക്കെ ഒരു ലിമിറ്റ് വെച്ച് മാത്രം ചെയ്തു കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂടും. അപ്പൊ നമുക്ക് സാധാരണ ഉറക്കം വരും. പിന്നെ ഈ ഉറക്ക് അഥവാ ചില സമയത്ത് കുറച്ച് ബേക്കോട്ടാവുമ്പോ നമ്മള് അധികം വാല് വെച്ച് കേൾക്കാറുണ്ട്. കാരണം ഉറക്ക് ശരിക്കും കണ്ണിലേക്ക് വരുന്നവരെ അത് വാല് വെച്ച് കേൾക്കുന്നതിന് കുഴപ്പമുണ്ട്. കാരണം അത് നമ്മൾക്ക് ശരിക്കും ഉറക്ക് വരുന്നവരെ വെറുതെ നിൽക്കണ്ടല്ല. അപ്പൊ പലമാതിരി ചിന്ത വരും. അപ്പൊ അതിന് വാല് വെച്ച് കേൾക്കും. നമ്മുടെ കണ്ണിലേക്കുള്ള ഈ റേസസ് കണ്ണിലേക്ക് കൂടുതലായിട്ട് നമ്മൾ കയറ്റി വിടുമ്പോൾ അത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്നത് കൊണ്ടാണ് കൂടുതൽ നമുക്ക് മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാതെ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് സ്തംഭിച്ചു പോകുന്നത്. അപ്പൊ ഈ സ്ക്രീനിങ് ടൈം കുറക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ കാണുന്ന സമയത്ത് തന്നെ ഇപ്പോ ഫോൺ കണ്ട് ഏകദേശം രാത്രിയിൽ ഫോൺ കാണുന്നുണ്ടെങ്കിൽ തന്നെ ന്യൂസിലൊക്കെ നമ്മൾ കൊള്ള ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കുറെ വേർഡ്സുകൾ അല്ലെങ്കിൽ വീഡിയോസുകൾ കാണാതെ കേൾക്കാതെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള നിങ്ങളിപ്പോ പറഞ്ഞല്ലേ ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നമ്മൾ കൊണ്ടുവരുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ നല്ല ഖുർആന് കേൾക്കുക, പിന്നെ മദ്ഹ് ഗാനങ്ങൾ കേൾക്കുക, നല്ല നല്ല പാട്ടുകൾ കേൾക്കുക, നമ്മളെ മനസ്സിന് സൂതിങ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുക. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ലൊരു ആക്കം കിട്ടുന്നുണ്ട്. അപ്പൊ ഒത്തു വെച്ച് ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങാൻ കിടക്കാന് പറ്റും, കേട്ടുകൊണ്ട് ഉറങ്ങാൻ പറ്റും. ഉപബോധ മനസ്സിലുള്ള കാര്യങ്ങളാണ് സ്വപ്നങ്ങളായിട്ട് വരിക എന്ന് പറയുന്നുണ്ടല്ലോ. ഉണ്ട്. ഇപ്പൊ നമ്മള് കൂടുതലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് ഉണ്ടാവുക. അങ്ങനെയാണത്. നമ്മളിപ്പോ റസൂലുള്ളാഹിനെയൊക്കെ സ്വപ്നം കാണുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഉപബോധ മനസ്സിൽ തന്നെയല്ലേ അതൊക്കെ സംഭവിക്കുക അല്ലെ. ഉറക്കം നമ്മൾ കാണണം ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ റസൂലുള്ളാഹിനെ കാണുന്നെങ്കിൽ അത് നമ്മുടെ ബോധ മനസ്സ് ഒരു ചിന്തയായിട്ട് തരുന്ന കാര്യം, ചിന്തോദീപകമായ കാര്യങ്ങളായിട്ട് പ്രവർത്തിക്കാം അല്ലെ.
പിന്നെ അപ്പൊ നമ്മൾ അതല്ലാതെ കൂടുതലായിട്ട് നമ്മുടെ അതിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്ത വരുമ്പോ നമ്മളങ്ങനെ കാണും എന്നാണ് അല്ലെ? ആ ഒരുപാട് നമ്മൾ അതിനെ പറ്റി തന്നെ ചിന്തിച്ച് നമ്മൾ കാണണം, അല്ലെങ്കിൽ നമ്മളിപ്പോ പിറ്റേ ദിവസം ടൂറ് പോവുകയാണെങ്കിൽ നമ്മൾ ആ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഓൾറെഡി ഒന്ന് മനസ്സിൽ സെറ്റ് ആക്കിയിട്ടല്ലേ പോവുക. അതെങ്ങനെ നമ്മുടെ സ്വപ്നത്തിലേക്ക് അതെ. വരും? നമ്മൾ അവിടെ മുന്നേ പോയിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഇല്ല. അതൊക്കെ നമ്മുടെ ഉപബോധ മനസ്സിന്റെ പ്രവർത്തനം കൊണ്ട് സംഭവിക്കുന്നതാണ്. പിന്നെ ഒരുപാട് തരംഗങ്ങളൊക്കെ നമ്മൾ ഉറക്കത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് തലച്ചോറിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആൽഫ ബീറ്റ ഒക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? സ്റ്റുഡൻസ് അല്ലേ കൂടുതലുള്ളത്. അപ്പൊ ആൽഫ ബീറ്റ ആ ഗാമ അങ്ങനെയുള്ള ഒരുപാട് തരംഗങ്ങളൊക്കെ നമ്മുടെ ഉറക്കത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ ഒരു തലയുടെ ഉള്ളിൽ, ഒരു ഞരമ്പിന്റെ ഉള്ളിൽ അല്ലെ തലച്ചോറിന്റെ ഉള്ളിൽ അല്ലാഹു തആല സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ എടുത്ത് ചിന്തിക്കുമ്പോഴും ഒരുപാട് വലിയ വലിയ അനുഗ്രഹങ്ങളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ ഒരാളിപ്പോ ചോദിച്ചില്ലേ, നമ്മൾ 6 മണിക്കൂറിൽ കൂടുതൽ അല്ല കുറവായിട്ട് ഉറങ്ങാൻ പാടുണ്ടോ എന്നുള്ളത് അല്ലേ? അപ്പൊ ആ 6 ചോദിച്ചു. മണിക്കൂറിൽ 5 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഷോർട്ട് സ്ലീപ്പ് എന്നുള്ള അവസ്ഥ, പിന്നെ എന്താണ് ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ശാരീരിക പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയേക്കാം. ചിലപ്പോൾ ഇതങ്ങനെ ശീലാകുമായിരിക്കും. 4 മണിക്കൂർ എന്നുള്ള ഉറക്കം ഒരുപാട് ദിവസം കാലങ്ങളോളം ശീലാകും. പക്ഷെങ്കിൽ പതിയെ പതിയെ നമ്മുടെ ശരീരത്തിനെയും പിന്നെ മനസ്സിനെയൊക്കെ എന്താവാം, ഇത് വല്ലാതെ ബാധിച്ച് ഹൃദ്രോഗ സാധ്യതകളും പിന്നെ തലവേദന, ഓർമ്മക്കുറവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്രമേണ ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടാവില്ല, ക്രമേണ നമുക്ക് ഉണ്ടാവാം. അപ്പൊ ഉറക്കം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു വന്നത് ഉറക്കം എന്ന് പറയുന്നത് അല്ലാഹു തആല തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഉറക്കം ഇല്ലാത്ത ആളുകളൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാല്, ഉറക്കത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പം നമ്മുടെ ബെഡ് എന്തിനു വേണ്ടി മാത്രമായിട്ട് സെറ്റ് ചെയ്യുക? ഉറക്കത്തിന് വേണ്ടി മാത്രമായിട്ട് സെറ്റ് ചെയ്യുക. അല്ലാതെ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമായിട്ട് അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം ബെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കത്തിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്ത് വെച്ച ഒരു സ്ഥലമായിട്ട് നമ്മൾ കണക്കാക്കുക. പിന്നെ ഒരു സുഖപ്രദമായ അന്തരീക്ഷത്തിൽ കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒരു നിശ്ചിത, നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞതുപോലെ ഇത്ര സമയം എന്നുള്ളൊരു റൂട്ടിനെ നമ്മൾ നിലനിർത്തുക ഉറക്കത്തിന്റെ കാര്യത്തിൽ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഉറക്കത്തിന്റെ കാര്യത്തിൽ പറയാനുള്ളത് അല്ലെ? നമ്മുടെ വിഷയവും അതായിരുന്നല്ലോ. ഇനിയിപ്പം പറയാനുള്ളത് എന്താ? നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം ഇനി. മാം, നമുക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ട്. പറയ്. പിന്നെ കമന്ന് കിടന്ന് ഉറങ്ങുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ വലത്ത് സൈഡിൽ മാത്രമേ കിടന്നുറങ്ങാവൂ എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. ഒന്നാമത് ഇപ്പൊ ഇവിടെ ഒരു കമന്റ് എഴുതി വരുന്നത് കണ്ടു, ഗർഭിണിയാണെങ്കിലും നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നുള്ളത്. അത് തെറ്റായ ഒരു മെസ്സേജാണ്. കാരണം പ്രഗ്നന്റ് ആയ ഒരാള് ലെഫ്റ്റ് സൈഡാണ് കിടന്നുറങ്ങേണ്ടത്. ഇപ്പോ സർജറി കഴിയുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് സ്ട്രൈറ്റ് ആയിട്ട് മാത്രമേ ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് ഇബാദത്തുകളിൽ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വലത് ഭാഗത്ത് മാത്രമേ ചെരിഞ്ഞു കിടന്ന് മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് നമ്മളെ മുഖം കവിളിനോട് ചേർത്ത് വെച്ച് ഉറങ്ങുന്ന രീതിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ശീലം നമ്മൾ പിന്തുടർന്നാല് അതിന് കൂലിയുണ്ട്, പ്രതിഫലമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഗർഭിണി ഒരിക്കലും എന്ത് ചെയ്യണം എന്നില്ല. പിന്നെ ഗർഭിണിയായ ഒരു സ്ത്രീയോട് നമ്മൾ മലർന്ന് കിടക്കണം നമ്മൾ പറയുന്നില്ലല്ലോ. ഇല്ല, ഒരിക്കലും ഗർഭിണിയായ സ്ത്രീ മലർന്ന് കിടക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പകരം ഇടതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം എന്നാണ് പറയുന്നത്. രക്തത്തിന്റെ പമ്പിങ് കൂട്ടാനൊക്കെ അത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ശാരീരികമായി ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ മലർന്നോ ചെരിഞ്ഞോ അല്ലെങ്കിൽ ഒരു രീതിയിലും കിടക്കാൻ പറ്റാത്ത, തീരെ കഴിയാത്ത ആൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കമിഴ്ന്ന് കിടന്നും ഉറങ്ങാം. പക്ഷെ അതൊക്കെ നമ്മുടെ സാഹചര്യം അല്ലെ? ഇതൊന്നും ഒരിക്കലും പിന്നെ നിരുത്സാഹപ്പെടുത്തുന്ന കാര്യമല്ല. പിന്നെ അങ്ങനെ ചെയ്യുന്നത് പിശാചിന്റെ ഉറക്കമാണ്. അല്ലെങ്കിൽ കമിഴ്ന്ന് കിടന്ന് പുരുഷന്മാരൊക്കെ ഉറങ്ങുന്നത് പിശാചിന്റെ ഉറക്കമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്നതാണ് കിതാബുകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഓക്കെ മാം, താങ്ക് യു. ഇനി ചോദിക്കാനില്ല? പൊതുവെ പകലുറക്കം എന്നുള്ളത് പിന്നെ നമ്മുടെ ശരീരത്തിന് മോശമാണോ? നോമ്പല്ലാത്ത ടൈമിൽ
നമ്മൾ ഇല്ല, പകലുറങ്ങുക? പകലുറക്കത്തിനെ ഇസ്ലാം ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ അസറിന് ശേഷമുള്ള ഉറക്കം ശരിയല്ല. അസറിന് മുന്നേ നമുക്ക് പിന്നെ ഉറങ്ങാം എന്നാണ്. ളുഹറിന്റെ മുമ്പ് കയ്യിലെടുത്ത് ഉറങ്ങല് സുന്നത്തല്ലേ? ളുഹർ നിസ്കാരത്തിന് മുൻപേ ഉറങ്ങുന്നത് സുന്നത്താണ്. ളുഹർ നിസ്കാരം ഇപ്പൊ നമ്മൾ എണീച്ച് കൈലൂലത്തിന്റെ ഉറക്കം വീട്ടിലുള്ള പണികളൊക്കെ കഴിഞ്ഞ് ളുഹാ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങുന്ന ആ ഉറക്കം കൂലിയുള്ളതാണ്. പിന്നെ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പ്രതിഫലമുള്ള ഉറക്കാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ളുഹറിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാം എന്നുള്ള രീതി നമുക്ക് പിന്തുടരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പകലുറങ്ങാം. ഇനി എന്താ ചോദിക്കാനുള്ളേ? എനിക്ക് ചോദിക്കാനുള്ള ഒരു സംശയമുണ്ട്. ഇപ്പൊ നമ്മള് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കലാണ് നമുക്ക് ഉറക്കിന് ഏറ്റവും ഉപയോഗപ്പെട്ടതെന്ന് പറയും. അപ്പൊ ഒരു സർജറി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ വലതു ഭാഗത്തെ കാലിനാണ് കടയിൽ നിന്നാണ് സർജറി ചെയ്യുന്നത്. അപ്പൊ ഒന്നില് ഇടതു ഭാഗത്തേക്ക് കിടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മലന്നിരുന്ന് നമുക്ക് നേരെ കിടക്കേണ്ടി വരും. വലതു ഭാഗത്തേക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അന്നേരം നമുക്ക് ഇതിന്റെ ഇത് നമുക്ക് അല്ല നമുക്കത് ചെയ്യാൻ തെറ്റായി പറ്റാത്ത രോഗിക്ക് കാല് പിന്നെ കിബിലക്കാക്കിയിട്ടാണ് കിടക്കേണ്ടത്. കാരണം നമുക്ക് വലതു ഭാഗത്തേക്ക് ചെയ്യാൻ പറ്റൂല. ഒന്നിക്കല് നേരെ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ ചെരിഞ്ഞ് കിടക്കുക. ഇടതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കേണ്ടി വരും. ഉപ്പിട്ടില്ലേ? അത് ഓപ്ഷൻ ഇല്ല. ഇതിന് ഉപ്പിട്ടണോ? ഉപ്പിട്ടണോ? അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമായ ഉറക്കം നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മരണം വരെയും അവന്റെ പൊരുത്തത്തിലായി നല്ല രീതിയിൽ പിന്നെ അള്ളാഹു താല പൊരുത്തപ്പെട്ട അവന്റെ രീതിയിലായി ഉറങ്ങാനും അല്ലെ ആ ഒരു സുഖം നമുക്ക് ആസ്വദിക്കണ്ടേ ശരിക്ക്. പിന്നെ ഇസ്ലാമിന്റെ രീതി എന്ന് പറയുന്നത് അതാണ്. കരുത്തും നമുക്ക് തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പിന്നെ നിങ്ങളുടെ ഒക്കെ ദുആയിൽ എന്നെയും എന്റെ കുടുംബത്തെ ഒക്കെ ഉൾപ്പെടുത്തണം. റമദാൻ മാസമാണ് അല്ലേ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങളും ദുആ ചെയ്യുക. ഇന്നത്തെ